അസ്സലാമലൈക്കും. വൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി UAE കമ്മിറ്റിയുമായി സഹകരിച്ച് നമ്മുടെ മഹലിൽ ഒരു കാർഷിക വിപ്ലവം തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ നിന്നും 3 ഇനം വിത്തുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെണ്ട, ചീര, പടവലം. ഇതിന്റെ നടീൽ രീതി അതാണ് ഇന്നിവിടെ ആദ്യം ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ആദ്യമായി നാം ചെയ്യേണ്ടത്, ഏതൊരു പച്ചക്കറിക്കും അതിൻ്റെ അടിസ്ഥാനം സൂര്യപ്രകാശം തന്നെയാണ്. അപ്പോൾ നാം നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ചട്ടികളിലോ ബക്കറ്റുകളിലോ എന്തിലും വേണമെങ്കിൽ ഇതുപോലെ നടാവുന്നതാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക്. മണ്ണ് നന്നായി കിളച്ചൊരുക്കണം. വെണ്ട നടേണ്ട രീതി, ചീര നടേണ്ട രീതി, പടവലം നടേണ്ട രീതി 3 വ്യത്യസ്തങ്ങളാണ്. ഏതിനും നന്നായി കിളച്ചൊരുക്കിയ മണ്ണ്, കട്ടകൾ നീക്കി നല്ല മണ്ണലായിരിക്കണം നിങ്ങൾ വിത്ത് നടേണ്ടത്. വെണ്ട നടുന്ന രീതി എന്ന് പറയുന്നത് ചാലുകൾ കീറി, ഈ കാണുന്നത് പോലെ ചാലുകൾ കീറി നന്നായിട്ട് മണ്ണ് ഇളക്കി കട്ടകൾ ഉടച്ച് ഈ കാണുന്നത് പോലെ നിങ്ങൾ തയ്യാറാക്കുക. അതിനുശേഷം കുമ്മായം, ഇത് നിർബന്ധമാണ്. കാരണം നമ്മുടെ മണ്ണിൽ അമ്ലത്വം കൂടുതലാണ്, അത് കുറയ്ക്കേണ്ടത്. പുളിരസം നമ്മുടെ മണ്ണിൽ കൂടുതലാണ്. പുളിരസം കുറച്ചില്ലെങ്കിൽ വിളവ് സ്വാഭാവികമായും കുറയും. നമ്മൾ ഉദ്ദേശിച്ചത്ര കായ് പിടുത്തം ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി ആദ്യം തന്നെ നാം കുമ്മായം ഇതുപോലെ ഈ കാണുന്നത് പോലെ ഇതുപോലെ കിളച്ചൊരുക്കി ഈ കുമ്മായം ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ഈ കുമ്മായം ഇതോടൊപ്പം ചേർക്കുന്നത് മൂലം മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ചെടികളെ നശിപ്പിക്കുന്ന ഫംഗസുകളെയും ബാക്ടീരിയാസിനെയും നശിപ്പിക്കുന്നു. അതുമൂലം ചെടികൾക്ക് നല്ല കരുത്തുള്ള വളർച്ച പ്രാധാന്യം ചെയ്യുന്നു. ഈ കുമ്മായം ഇട്ട് 10 ദിവസം ഇതുപോലെ വയ്ക്കുക. ദിവസത്തിൽ വൈകുന്നേരമോ രാവിലെയോ ജസ്റ്റ് അല്പം ഇതുപോലെ വെള്ളം തളിച്ച കൊടുക്കാവുന്നതാണ്. 10 ദിവസവും ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം തളിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമല്ലോ. ഈ കാണുന്ന വൃത്താകൃതിയിൽ നാം മണ്ണ് കിളച്ചൊരുക്കിയത് പടവലം നടുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ കിളച്ചൊരുക്കിയ മണ്ണിൽ നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം വിതറിയിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക 10 ദിവസം. ഈ ചതുരാകൃതിയിൽ നാം എടുത്തിരിക്കുന്നത് ചീര പാകി കിളിർപ്പിക്കുവാൻ വേണ്ടിയാണ്. ചീര വളരെ ചെറിയ വിത്തുകളാണ്. ഈ ചീര തൈ ആയതിനു ശേഷം പൊരിച്ചു നടുന്നതാണ്. ആകയാൽ ഇത് ചെറിയ തൈകളാകുന്നതിന് വേണ്ടി വിത്തുകൾ പാകി മുളപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നാം എടുത്തിരിക്കുന്നത്. മേൽ പറഞ്ഞതുപോലെ തന്നെ കുമ്മായം വിതറി ഈ കാണുന്നത് പോലെ തടം തയ്യാറാക്കുക. ബാക്കിയുള്ള വീഡിയോസ് അടുത്ത ഘട്ടത്തിൽ ഇതിൻ്റെ നടീൽ രീതി, വെണ്ടയുടെ നടീൽ രീതി, ചീരയുടെ നടീൽ രീതി, പടവലത്തിൻ്റെ നടീൽ രീതി, ഇത് 3 വിശദീകരണവുമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.